വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന സ്വീറ്റ് പൊങ്കലിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. പൊങ്കൽ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന കപ്പ് തന്നെ ബാക്കിയുള്ള അളവിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിതിപ്പോൾ നല്ലതുപോലെ കഴുകി വെള്ളം വാർന്നെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺകുടാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാൽ ശരിക്കും ഓപ്ഷണലാണ്. സാധാരണ ചെയ്തെടുക്കുമ്പോൾ പാലല്ലാതെ വെള്ളത്തിൽ മാത്രം ഇത് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ പാൽ കൂടി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് പാലും 5 കപ്പ് വെള്ളവുമാണ് ഒഴിച്ചിട്ടുള്ളത്. ടോട്ടൽ 6 കപ്പ് നമ്മൾ എടുത്തു. ഇനി നന്നായിട്ട് തിളച്ച് പൊങ്ങി വരണം. കുറച്ചൊന്ന് മൺകുടത്തിൽ നിന്ന് കുറച്ച് പുറത്ത് ചാടുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പാൽ പതഞ്ഞ് മറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല വെട്ടി തിളക്കുന്ന പാലിനകത്തോട്ടേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപരിപ്പൊക്കെ ചേർത്ത് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് രണ്ടും വെന്ത് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ അളവ് ഞാനിവിടെ 1.5 കപ്പ് നല്ല മധുരമുള്ള ശർക്കരയാണ്. കല്ലില്ലാത്തത് കൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് ശർക്കര പാനിയാക്കി അരിച്ചെടുത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അരി എപ്പോഴും വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. കൂട്ടത്തിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതും 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്ന അത്രയും നല്ല സ്വാദാണ് പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏലക്കൊക്കെ ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ നന്നായിട്ട് വീണ്ടും ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ തിള വന്നതിന് ശേഷമുള്ളതാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിനകത്തോട്ടേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കിയെടുത്തിട്ട് അതിലോട്ട് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് പായസത്തിലോട്ടേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പും അതുപോലെ നമ്മൾ പാല് ചേർത്തിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി. പക്ഷേ ഇങ്ങനെയൊക്കെ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.